ഇതാ വി.ഡി. സതീശനടക്കമുള്ള നേതാക്കൾ ചർച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വരികയാണ്. പ്രതികരണം ഉണ്ടാകുമോ എന്ന കാര്യം അറിയില്ല. ഖർഗെയുടെ വീട്ടിലെ യോഗത്തിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. വൈ.എസ്. അഭിനന്ദ് അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. നേതാക്കൾ പ്രതികരിക്കുമോ എന്നറിയില്ല. വളരെ പ്രധാനപ്പെട്ട ചർച്ചകളാണ് ദില്ലി കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാം ഘട്ട പട്ടിക വളരെ പെട്ടെന്ന് തന്നെ അടുത്ത മണിക്കൂറുകളിൽ തന്നെ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. തർക്കമുള്ള സീറ്റുകളുടെ കാര്യത്തിൽ അതെ, ഈ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിലേക്ക് നേതാക്കൾ പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വി.ഡി. സതീശനടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ യോഗത്തിനായി, നിർണായക യോഗത്തിനായി മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിലേക്ക് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ നടക്കാൻ പോകുന്നു. ഇതിനോടകം തന്നെ ചില നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. എം.പിമാർ മത്സരിക്കേണ്ടതില്ല, സുധാകരനടക്കം എം.പിമാർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാട് ഒരിക്കൽ കൂടി നേതാക്കൾക്ക് മുമ്പിൽ ഹൈക്കമാൻഡ് വെക്കുന്നത് നമ്മൾ കാണുന്നു. സുധാകരനടക്കം ആർക്കും ഒരു എം.പിമാർക്കും ഇളവ് നൽകേണ്ടതില്ല എന്ന നിലപാട് മല്ലികാർജുൻ ഖർഗെ സ്വീകരിക്കുന്നു. ഇത് രാഹുൽ ഗാന്ധിയുടെ കൂടി അഭിപ്രായം തേടിയതിനു ശേഷമാണ് മല്ലികാർജുൻ ഖർഗെ അങ്ങനെ ഒരു നിലപാട് വ്യക്തമാക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വൈ.എസ്. അഭിനന്ദ് മല്ലികാർജുൻ ഖർഗെയുടെ വസതിക്ക് മുമ്പിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിനന്ദിത, നേതാക്കൾ വി.ഡി. സതീശനൊക്കെ യോഗത്തിനായി അകത്തേക്ക് പോകുന്നു. അഭിനന്ദ്. റിജിത്ത്, കോർ കമ്മിറ്റി യോഗം ഇന്ദിരാഭവനിൽ നടന്നതിന് ശേഷമാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായിട്ടുള്ള AP അനിൽകുമാർ ഇപ്പോൾ മല്ലികാർജുൻ ഖർഗെയുടെ വീട്ടിൽ യോഗത്തിനായി പോയിരിക്കുന്നത്. ഖർഗെ ഒരു തരത്തിലും വഴങ്ങുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത്. കാരണം എം.പിമാർ മത്സരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. എം.പിമാർ ആരും തന്നെ എം.പിമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് നിലവിലിപ്പോൾ ഖർഗെ കടന്നിരിക്കുന്നത്. ഈ കാര്യത്തിലടക്കം തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അടിയന്തര യോഗം ഇപ്പോൾ ചേരുന്നത്. എന്തായാലും കൂടുതൽ നേതാക്കൾ, മധുസൂദനൻ മിസ്ത്രി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും നിർണായക ഒരു യോഗമാണ് ഇപ്പോൾ മല്ലികാർജുൻ ഖർഗെയുടെ വീട്ടിൽ നിന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ സ്ഥാനാർത്ഥി പട്ടിക രണ്ടാം ഘട്ടം പ്രഖ്യാപിച്ചേ മതിയാകൂ. കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇപ്പോൾ കേരള രാഷ്ട്രീയം ഒന്നാകെ കാത്തു നിൽക്കുകയാണ്. രണ്ടാം ഘട്ട പട്ടികയിൽ എന്ത് തരത്തിലുള്ള ട്വിസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക. ഇപ്പോൾ KC വേണുഗോപാൽ എത്തിയിരിക്കുന്നു. KC ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോടും സണ്ണി ജോസഫിനോടും കൃത്യമായി നമ്മൾ സംസാരിച്ചിരുന്നു. 24 മണിക്കൂറിനകം പട്ടിക ഉണ്ടാകും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം 24 മണിക്കൂറിൽ പട്ടിക ഉണ്ടാകുമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളൊക്കെ ഇപ്പോൾ 48 മണിക്കൂർ പിന്നിട്ടു. അതിനുശേഷം മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് രണ്ടാം ഘട്ട പട്ടികയിൽ ഇപ്പോഴും തർക്കങ്ങൾ തുടരുന്നു. ഒന്നിലധികം പേരുകൾ ഒരു മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ ഉണ്ടായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലേക്ക് ഒരു യോഗം, അടിയന്തര യോഗം ഇപ്പോൾ മല്ലികാർജുൻ ഖർഗെയുടെ വീട്ടിൽ നടക്കുകയും ചെയ്യുന്നത്. ആ യോഗത്തിനകത്ത് മല്ലികാർജുൻ ഖർഗെ കൃത്യമായി അത് കോൺഗ്രസ് അധ്യക്ഷൻ, അത് ഹൈക്കമാൻഡിന്റെ തീരുമാനം നേതാക്കളെ അറിയിക്കും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എം.പിമാർ മത്സരിക്കേണ്ടതില്ല എന്നതാണ്. എം.പിമാർ ഇപ്പോൾ ഒരു പദവി കൈകാര്യം ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും എം.പിമാർ കൃത്യമായി തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, പ്രവർത്തകരെ അടക്കം ഏകോപിക്കുക, ആ രീതിയിലേക്ക് തന്നെ പോയാൽ മതി. ഒരു പദവിയിൽ ഇരിക്കുന്നയാൾ മറ്റൊരു പദവിയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള ശക്തമായ നിലപാടാണ് നിലവിൽ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. അത് നേതാക്കളെ അറിയിക്കും, അത് വഴങ്ങേണ്ടി വരും എന്നാണ്. അങ്ങനെയെങ്കിൽ സുധാകരൻ അതിനകത്ത് ഏത് നിലപാട് സ്വീകരിക്കും? സുധാകരനെ അനുകൂലിക്കുന്ന കുറെ ആളുകൾ ഇപ്പോൾ കണ്ണൂരിൽ തമ്പടിച്ച് വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു പോകുമ്പോൾ സുധാകരന്റെ പേര് കണ്ണൂരിൽ ഇല്ലെങ്കിൽ അതൊരു വലിയ കോളിളക്കത്തിലേക്കും പ്രതിഷേധങ്ങൾക്കും പോകും. ഒപ്പം തന്നെ കൊച്ചി സീറ്റുമായി ബന്ധപ്പെട്ടും നിലവിൽ പ്രശ്നങ്ങളുണ്ട്. കൊച്ചി സീറ്റിൽ ദീപ്തി മേരി വർഗീസ് മത്സരിക്കണമെന്നുള്ള നിലപാടാണ് നിലവിൽ വി.ഡി. സതീശനുള്ളത്. പക്ഷേ KC വേണുഗോപാൽ ദീപ്തി മേരി വർഗീസ് വേണമെന്നാണ് KC വേണുഗോപാൽ നിലപാട്. പക്ഷേ മുഹമ്മദ് ഷിയാസ് മത്സരിക്കണമെന്ന് സണ്ണി ജോസഫ് പറയുമ്പോൾ ഇവർ തമ്മിലുള്ള തർക്കത്തിലേക്കും ഇന്ന് കോർ കമ്മിറ്റി പോയിരുന്നു. ഇതിനകത്ത് ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന്റെ തീരുമാനമായിരിക്കും ഇന്ന് മല്ലികാർജുൻ ഖർഗെ നേതാക്കളെ അറിയിക്കുക. അതിനുവേണ്ടിയുള്ള യോഗമാണ് നിലവിൽ തുടരുന്നത്. ഇവിടേക്ക് എത്തുമ്പോൾ ഒന്നും ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും നിലവിൽ വി.ഡി. സതീശനോ സണ്ണി ജോസഫോ നൽകിയിട്ടില്ല. എന്തായാലും യോഗം അല്പസമയത്തിനും തന്നെ ആരംഭിക്കും. യോഗത്തിന് ശേഷം വൈ.എസ്. അഭിനന്ദാണ് മല്ലികാർജുൻ ഖർഗെയുടെ വസതിക്ക് മുമ്പിൽ നിന്നുള്ള വിവരങ്ങൾ, ദൃശ്യങ്ങൾ പങ്കുവെക്കുന്നത്.